നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 6 തിങ്കളാഴ്ചയാണ്. ആദ്യം വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത US മാർക്കറ്റിൽ നിന്ന് ആരംഭിക്കാം. ഡൗ ജോൺസ് 0.80% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. S&P 500 1.26% നേട്ടത്തിലും നാസ്ഡാക്ക് 1.77% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച നാസ്ഡാക്ക് 338 പോയിന്റ്സ് ആണ് ഉയർന്നത്. അതിൽ തന്നെ പ്രധാന കോൺട്രിബ്യൂട്ടേഴ്സായി മാറിയത് ടെസ്ലയും എൻവിദയും തന്നെയായിരുന്നു. US നിന്നും ഡിസംബർ മാസത്തെ മാനുഫാക്ചറിംഗ് PMI നമ്പേഴ്സാണ് വെള്ളിയാഴ്ച പുറത്തു വന്നത്. 9 മാസത്തെ ഉയർന്ന നിലയിലായിട്ടാണ് ഡാറ്റ പുറത്തു വന്നത്. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകൾ ഇടിവിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന US ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്, എന്നാൽ യൂറോപ്യൻ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലുമാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്ക് വന്നാൽ ഇൻഫോസിസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. വിപ്രോ 1.96% ഇടിഞ്ഞു. ബാങ്കിംഗ് സൈഡിൽ HDFC ബാങ്ക് 2.37% ഇടിഞ്ഞപ്പോൾ ICICI ബാങ്ക് 1.38% ഇടിഞ്ഞത്. എന്നാൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. 2.5% ഉയർന്നു. മറ്റ് അസറ്റ് ക്ലാസുകൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് 3 ആഴ്ചത്തെ ഉയർന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. സ്വർണം ഇന്നലെ ട്രേഡ് ചെയ്യുന്നത് കേരളത്തിൽ 57,720 എന്ന നിലയിലാണ്. ബിറ്റ്കോയിനിലേക്ക് വന്നാൽ $1,00,000 വീണ്ടും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബിറ്റ്കോയിൻ. ഇതിലും വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഇപ്പോൾ മാർക്കറ്റ് വിലയിരുത്തുന്നത് ഒരുപക്ഷെ HMPV വൈറസ് ആയിരിക്കാം. ചൈനയിൽ ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ വൈറസ്. എന്നാൽ ഈ ഒരു വൈറസ് വിപണിയെ കാര്യമായി ഒന്നും ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് അവസ്ഥയിലാണുള്ളത്. ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു സ്വിംഗ് സ്റ്റോക്ക് കൂടി ഇന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തൊട്ടു മുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക് വരാം. പൊതുമേഖലാ സൂചികകളുടെ തുടർച്ചയായ 4ാമത്തെ വർഷവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. PSU സൂചിക ബെഞ്ച് മാർക്കുകളെ മറികടന്നു. 2024 PSU പൊതുമേഖലാ സൂചികയുടെ റിട്ടേൺ 21.3% സെൻസെക്സിൻ്റേത് 8.2%, നിഫ്റ്റിയുടേത് 8.8% ഈ PSU സൂചിക തുടർച്ചയായ 4ാമത്തെ വർഷവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. BSE പൊതുമേഖലാ സൂചിക 226% കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഉയർന്നത്. സെൻസെക്സ് ഉയർന്നത് 64%. ഇനി ഈ സൂചിക 2023 24 താരതമ്യം ചെയ്യുകയാണെങ്കിൽ 2023 PSE സൂചിക 55.3% ഉയർന്നപ്പോൾ 2024 അത് 21.3% ഇനി 2024 മികച്ച പ്രകടനം കാഴ്ചവെച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ നോക്കുകയാണെങ്കിൽ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് 98.2% ഉയർന്നു. മസ്ഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. IREDA, IFCI എന്നിവയും ടോപ്പ് ഗെയിനേഴ്സായി മാറി. അടുത്തതായി ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസിലേക്കാണ്. ആദ്യം HDFC ബാങ്ക്. ഗ്രോസ് അഡ്വാൻസസിൽ 3% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. ഡെപ്പോസിറ്റ്സിൽ 15.8% വർധനവും കമ്പനി രേഖപ്പെടുത്തി. കാസ ഡെപ്പോസിറ്റ്സിൽ 4.4% വർധനവും ടൈം ഡെപ്പോസിറ്റ്സിൽ 22.7% വർധനവുമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. അടുത്തത് ഇന്ത്യൻ ബാങ്കാണ്. മൊത്തം ബിസിനസ്സിൽ 8.3% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. ടോട്ടൽ ഡെപ്പോസിറ്റ്സിൽ 7.3% വർധനവും ഗ്രോസ് അഡ്വാൻസസിൽ 9.6% വർധനവുമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. അടുത്തത് ഇസാവ് സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. ടോട്ടൽ ഡെപ്പോസിറ്റ്സിൽ 18.84% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. ടേം ഡെപ്പോസിറ്റ്സിൽ 9.98% വർധനവും കാസ റേഷ്യോയിൽ 24.94% വർധനവുമാണ് ഉള്ളത്. ഗ്രോസ് അഡ്വാൻസസിൽ 9.25% വർധനവും രേഖപ്പെടുത്തി. അടുത്തത് ഇക്വിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. ടോട്ടൽ ഡെപ്പോസിറ്റ്സിൽ 25.79% വർധനവ് രേഖപ്പെടുത്തി ഇയർ ഓൺ ഇയറിൽ. കാസ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് 9.79%. ടോട്ടൽ ഗ്രോസ് അഡ്വാൻസസിൽ 13.94% വർധനവും രേഖപ്പെടുത്തി. അടുത്തത് IDBI ബാങ്കാണ്. ടോട്ടൽ ബിസിനസ്സിൽ 13% വർധനവും ടോട്ടൽ ഡെപ്പോസിറ്റ്സിൽ 9% വർധനവും കാസ ഡെപ്പോസിറ്റ് റേഷ്യോയിൽ 2% വർധനവും നെറ്റ് അഡ്വാൻസസിൽ 18% വർധനവുമാണ് ഇയർ ഓൺ ഇയറിൽ കമ്പനി രേഖപ്പെടുത്തിയത്. അടുത്തതായി F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ മണപ്പുറം ഫിനാൻസ്, RBL ബാങ്ക് തുടങ്ങിയവയാണ്.
അടുത്തതായി വെള്ളിയാഴ്ചത്തെ FID ആക്ടിവിറ്റിയിലേക്കാണ്. വലിയ സെല്ലിങ്ങിലേക്കാണ് വെള്ളിയാഴ്ച FIS പോയത്. 4227 കോടി രൂപയ്ക്ക് അവർ സെല്ല് ചെയ്തു. DIS ആവട്ടെ വെറും 820 കോടി രൂപയ്ക്ക് മാത്രമാണ് ബൈ ചെയ്തത്. വെള്ളിയാഴ്ചത്തെ ഇടിവിനുണ്ടായ പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയായിരുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.85% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് 1.23% നേട്ടത്തിലും സിംഗപ്പൂർ മാർക്കറ്റ് 0.53% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,124 എന്ന നിലയിലാണ്. ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ് സമയം. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഏകദേശം ഒരു 30 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി അടുത്തതായി ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഇവന്റ്സുകളിലേക്കാണ്. ആദ്യം തിങ്കളാഴ്ച ജനുവരി 6-ന് ഇന്ത്യയുടെ സർവീസസ് PMI ഫൈനൽ ഡിസംബർ ഡാറ്റ പുറത്തു വരുന്നുണ്ട്. ജനുവരി 7-ാം തീയതി ചൊവ്വാഴ്ച GDP ഗ്രോത്ത് പ്രിലിമിനറി ഡാറ്റ പുറത്തു വരും. അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ജനുവരി 8-ാം തീയതി ബുധനാഴ്ച EIA ക്രൂഡ് ഓയിൽ സ്റ്റോക്സ് ചേഞ്ച് ഡാറ്റയാണ് പുറത്തു വരുന്നത്. ജനുവരി 9-ാം തീയതി വ്യാഴാഴ്ച FOMC മിനിറ്റ്സ് ഡാറ്റയും US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും പുറത്തു വരും. ജനുവരി 10-ാം തീയതി വെള്ളിയാഴ്ച ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നവംബർ ഡാറ്റ പുറത്തു വരും. അടുത്തതായി ബ്രേക്ക്ഔട്ട് ലഭിച്ച ഒരു പ്രധാനപ്പെട്ട സ്വിംഗ് സ്റ്റോക്കിലേക്കാണ്. താജ് GVK ഹോട്ടൽസ് എന്ന കമ്പനിയെ കുറിച്ചാണ് പറയുന്നത്. താജ് GVK ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ് എന്നത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് സ്പേസിലുള്ള ഒരു കമ്പനിയാണ്. കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഏതാനും ക്വാർട്ടറുകളിലായിട്ട് അവരുടെ നെറ്റ് പ്രോഫിറ്റിലും അതുപോലെ ടോട്ടൽ ഇൻകത്തിലും സെയിൽസിലും ഒക്കെ വർധനവ് വന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ FISന്റെയും DISന്റെയും ഹോൾഡിങ്ങിൽ ഒരു കുറവ് വന്നിട്ടുണ്ട്. ഇനി നേരിട്ട് ചാർട്ടിലേക്ക് പോയാൽ വീക്ക്ലിയിലും മന്ത്ലിയിലും നല്ല ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. സ്റ്റോക്ക് 458 മുകളിൽ, അതായത് വെള്ളിയാഴ്ചത്തെ ഹൈന് മുകളിൽ ഒരു അരമണിക്കൂർ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റോക്കാണ്. കൂടാതെ 525 വരെ സ്റ്റോക്കിൽ നമുക്ക് ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ആയി നമുക്ക് കാണാൻ കഴിയുന്നത് 424-മാണ്. ഈ സ്റ്റോക്കിനെ കുറിച്ച് ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഒരിക്കലും ഇത് റെക്കമെൻഡേഷൻ ആയിട്ടല്ല പറയുന്നത്. നിങ്ങളുടെ സ്റ്റഡി പർപ്പസിന് വേണ്ടി, നിങ്ങൾക്ക് പഠനത്തിന് വിധേയമാക്കാൻ വേണ്ടി മാത്രമാണ് ഈ സ്റ്റോക്കിനെ കുറിച്ച് ഇവിടെ പറഞ്ഞത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ചൈനയിൽ നിന്നുമുള്ള സ്റ്റിമുലസ് പാക്കേജും US ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്ന പ്രതീക്ഷകളും കാരണം ഓയിൽ പ്രൈസുകൾ വെള്ളിയാഴ്ച നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 76.64 എന്ന നിലയിലാണ്. 0.20% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $74.17 പെർ ബാരൽ എന്ന നിലയിൽ 0.28% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. അടുത്തതായി നിഫ്റ്റിയിലേക്കാണ്. 24,000-ന് മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നതൊരു പോസിറ്റിവിറ്റി ആയിട്ട് കാണാം. എന്നിരുന്നാലും 24,004-ൽ 183 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചത് ബാങ്കിങ് സെക്ടറിലും അതുപോലെ ടെക്നോളജി, ഫാർമ സെക്ടറുകളിലുമായിരുന്നു. നിഫ്റ്റിയിൽ വെള്ളിയാഴ്ച ഫോം ആയിരിക്കുന്നത് ചെറിയ ലോവർ വിക്കോട് കൂടിയ ഒരു ബിയറിഷ് കാൻഡിലാണ്. വീക്ക്ലി കാൻഡിലാണെങ്കിൽ ചെറിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് കാൻഡിലുമാണ് ഫോം ആയിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട ലെവലുകൾ പറയുകയാണെങ്കിൽ അപ്സൈഡിൽ 24,040 മുതൽ 24,190 വരെയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സോൺ തന്നെയാണ്. ഇനി കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ഹൈ ആയിട്ടുള്ള 24,225 ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ 24,350 എത്താനുള്ള സാധ്യത കൂടുതലാണ്. ഡൗൺ സൈഡിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 23,750, അതായത് വ്യാഴാഴ്ചത്തെ ലോ ആയിട്ടുള്ള ലെവൽ തന്നെയാണത്. കൂടാതെ 200 ഡേ EMI കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ലെവൽ വരുന്നത് 23,680 ലെവലിലുമാണ്. ഏതായാലും ഡിസംബർ 19-ന് ക്രിയേറ്റ് ആയ ആ ഒരു ഗ്യാപ്പ് ഏരിയ ഫില്ലായത് വ്യാഴാഴ്ചയായിരുന്നു. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,000-ആണ്. അതിനുശേഷം 24,500 സ്ട്രൈക്കിലും അതിനുശേഷം 24,200 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,000-ആണ്. അതിനുശേഷം 23,700 സ്ട്രൈക്കിലും അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,200-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,700-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 50,988-ൽ 616 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു ബിയറിഷ് ബെൽറ്റ് ഹോൾഡ് പാറ്റേണിന് സമാനമായ ഒരു പാറ്റേൺ ആണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനിലാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അതായത് ബാങ്ക് നിഫ്റ്റിയിൽ 50,950 ബ്രേക്ക് ചെയ്ത് അതിന് താഴെയായിട്ടൊക്കെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതിനർത്ഥം നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു ചാനൽ പാറ്റേണിൽ നിന്നും ബാങ്ക് നിഫ്റ്റി താഴേക്ക് വന്നു എന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധാപൂർവം വേണം ആ ഒരു സോണിൽ ട്രേഡ് എടുക്കാൻ.
അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000 ആണ്. അതിനുശേഷം 53,000 സ്ട്രൈക്കും അതിനുശേഷം 54,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 50,000 ആണ്. അതിനുശേഷം 49,000 സ്ട്രൈക്കും അതിനുശേഷം 48,000 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,000ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 13.59 1% മുകളിൽ ഇടിഞ്ഞാണ് വെള്ളിയാഴ്ച ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. മറ്റൊരു കാര്യമുള്ളത്, ഇനി ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഷെയർ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ വ്യൂസാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. ബാക്കി ഇവിടെ പറഞ്ഞ എല്ലാ വാർത്തകളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.